ആശാപ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിച്ച് പെരുമ്പാവൂർ, മണ്ണാർക്കാട്, മരട് നഗരസഭകൾ. പെരുമ്പാവൂർ, മരട് നഗരസഭകൾ 2000 രൂപയും മണ്ണാർക്കാട് നഗരസഭ 2100 രൂപയും പ്രതിമാസം അധികമായി നൽകും. കോട്ടയം മുത്തോലി ഗ്രാമപഞ്ചായത്തും അധിക ഓണറേറിയം നൽകും. പ്രതിമാസം 7000 രൂപ അധികം നൽകാനാണ് കോട്ടയം മുത്തോലി ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം. കൊച്ചിയിൽ നിന്ന് അരുൺ ശങ്കർ, കോട്ടയത്ത് നിന്ന് ഷിനോജ് എസ്.ടിയും ചേരുകയാണ്. ആദ്യം നമുക്ക് ചില പ്രതികരണങ്ങൾ കേൾക്കാം, അതിനുശേഷം റിപ്പോർട്ടർമാരിലേക്ക്. പുതിയ ആരോഗ്യ പദ്ധതി നടപ്പാക്കുമ്പോൾ ആദ്യം ആശാവർക്കർമാരിലൂടെയാണ് അത് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ തുച്ഛമായ ഓണറേറിയം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. അതിനാൽ നഗരസഭ പ്രതിമാസം 2000 രൂപ വീതം ഓരോ ആശാവർക്കർമാർക്കും നൽകുന്നതാണ്. 6.5 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു. ഒരു ആശാവർക്കറിന് ഒരു വർഷം ഏതാണ്ട് 84,000 രൂപയാണ് നൽകാൻ ബഡ്ജറ്റിൽ വകകൊടുത്തിരിക്കുന്നത്. കാരണം പണിയെടുക്കുന്നവർക്ക് കാശ് കൊടുക്കണം. അത് ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. ഔദാര്യമല്ല, അവരുടെ അവകാശമാണ് ജോലി ചെയ്യുന്നതിനുള്ള വേതനം എന്നുള്ളതാണ് ജനപ്രതിനിധികൾ പറയുന്നത്. അരുൺ ശങ്കറും ഷിനോജ് എസ്.ടിയുമാണ് വിവരങ്ങളുമായിട്ടുള്ളത്. ആദ്യം ഷിനോജിലേക്ക് പോകാമെന്ന് തോന്നുന്നു. കാരണം കോട്ടയം മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ 7000 രൂപയാണ് പ്രതിമാസം അധികം നൽകാനുള്ള തീരുമാനമെടുക്കുന്നത്. ഷിനോജ്, തീർത്തും അഭിനന്ദനാർഹമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള തീരുമാനമാണ്. 7000 എന്ന് പറയുന്ന വലിയ തുകയുമാണ് അവർ ആവശ്യപ്പെടുന്ന കാര്യത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും ഒക്കെ അതിലൂടെ കാണുകയും ചെയ്യുന്നു. ഇത് എന്ന് മുതൽ കൊടുക്കാനാണ് ഇപ്പോൾ മുത്തോലി ഗ്രാമപഞ്ചായത്ത് തീരുമാനിക്കുന്നത്? കോട്ടയത്ത് മറ്റേതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തരത്തിലുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്? അക്ഷയ, മുത്തോലി ഗ്രാമപഞ്ചായത്തിന്റെ 2025-2026 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ഇന്നായിരുന്നു. ഈ ബഡ്ജറ്റിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രതിമാസം 7000 രൂപ ഇത്തരത്തിൽ ആശാപ്രവർത്തകർക്ക് നൽകാനാണ് ഇപ്പോൾ മുത്തോലി ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. 7000 എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു തീരുമാനവുമായി, പ്രത്യേകിച്ച് ആശാ പ്രവർത്തകർക്ക് വേതനം കൂട്ടി നൽകുന്ന തീരുമാനവുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരു 7000 രൂപ ഒരു ഉയർന്ന തുക നൽകുന്നത് ഒരു പഞ്ചായത്തായി മുത്തോലി മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഒരു വർഷം ഏകദേശം 84,000 രൂപ ഈ ആശാപ്രവർത്തകർക്ക് അധികമായി ലഭിക്കും. ഈ 7000 രൂപ എന്ന് പറയുന്നത് സർക്കാർ നിലവിൽ കൊടുക്കുന്ന ഇൻസെൻറ്റീവും ഓണറേറിയവും ഒഴികെയുള്ള, അതായത് ഏകദേശം 10,000 രൂപയാണ് നിലവിൽ ആശാപ്രവർത്തകർക്ക് ലഭിക്കുന്നതെങ്കിൽ 7000 രൂപ അധികമായി ലഭിക്കും എന്നാണ് പഞ്ചായത്ത് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മുത്തോലി പഞ്ചായത്തിലെ ആശാപ്രവർത്തകർക്കാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു മാതൃക രീതിയിലുള്ള ഒരു പ്രവർത്തനം മുത്തോലി പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ നേരത്തെയും കോട്ടയത്തെ വിവിധ പഞ്ചായത്തുകളൊക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു 7000 രൂപ എന്ന ഉയർന്ന തുകയുമായി മുത്തോലി രംഗത്തെത്തുന്നത്. തീർച്ചയായും അതാണ് മുത്തോലി പഞ്ചായത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന ആശാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി ആവേണ്ടുന്ന ഒരു കാര്യമാണിപ്പോൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഷിനോജ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അരുൺ ശങ്കറിലേക്കാണ്. അരുൺ, അതായത് ഒരിടത്ത് സമരം ഇങ്ങനെ 45-46 ദിവസങ്ങൾ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും സർക്കാർ ആ സമരത്തിനോടൊരു അനുകൂല സമീപനം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോഴാണ് UDF ഒക്കെ ഭരിക്കുന്ന ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തരത്തിലുള്ള തീരുമാനവുമായി രംഗത്ത് വന്ന ആശാപ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്നത്. ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ പുതുതായി അത്തരത്തിലുള്ളൊരു തീരുമാനമെടുക്കുന്നത്? തീർച്ചയായിട്ടും കേരളത്തിലെ ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ അതിനെതിരെ മുഖം തിരിക്കുന്ന നിലപാടാണ് സംസ്ഥാനം ഭരിക്കുന്ന CPM രാഷ്ട്രീയമായി തന്നെ എടുക്കുന്നത്. ഇത് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് UDF ഭരിക്കുന്ന നഗരസഭകളിലും പഞ്ചായത്തുകളിലുമൊക്കെ ആശാ പ്രവർത്തകരുടെ വേതനത്തിൽ ഒരു വർധനവ് വരുത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നൽകുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ അലവൻസ് കൂടി ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നൽകുന്ന വേതനത്തിന് പുറമെയാണ് ഇത്തരത്തിൽ നഗരസഭകൾ വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ പെരുമ്പാവൂർ, മരട് നഗരസഭകളാണ് ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ വർധനവ് വരുത്തിയിരിക്കുന്നത്. ഇരു നഗരസഭകളും ഭരിക്കുന്നത് UDF ആണ്. ഇരു നഗരസഭകളും വേതനത്തിൽ 2000 രൂപയുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. പെരുമ്പാവൂരിൽ 27 ആശാ വർക്കർമാർക്ക് ഇതിൻ്റെ ഗുണഫലം ലഭിക്കും. മരട് നഗരസഭയിൽ 33 ആശാ പ്രവർത്തകർക്കാണ് ഇതിൻ്റെ ഗുണഫലം ലഭിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ ഇടപെടൽ ആണ് എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു ഭാഗത്ത് ആശാ വർക്കർമാരുടെ സമരത്തെ സർക്കാർ അവർക്കൊരു സഹായം നൽകാൻ കൂട്ടാക്കാതെ ഇരിക്കുമ്പോൾ UDF ഭരിക്കുന്ന നഗരസഭകളിലും പഞ്ചായത്തുകളിലൊക്കെ അവർക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുന്നു. അത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കും. LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെയും സമ്മർദ്ദത്തിലാക്കും. അവർക്കും സമാനമായ ഒരു നടപടി മുന്നോട്ട് വരേണ്ടി വരും. ഇത് നിലവിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കൊരു ശക്തി കൂട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്.
തീർച്ചയായിട്ടും സമരം ചെയ്യുന്നവർക്ക് കൂടുതൽ ശക്തി പകരും, ഊർജം പകരും എന്നതിനപ്പുറത്തേക്ക് ആശാപ്രവർത്തകരെ ചേർത്ത് പിടിക്കുക കൂടി ചെയ്യുകയാണ് പ്രതിപക്ഷം. ഈ തരത്തിൽ ഭരണപക്ഷം തിരിഞ്ഞു നോക്കാത്തിടത്ത് പ്രതിപക്ഷം സ്വീകരിക്കുന്ന ഈ ഒരു മാർഗം